ഈ പറയുന്ന കർണാടക ഹൈക്കോടതി ഇപ്പോൾ ഒരു വിധി വരാൻ വെച്ചിരിക്കുന്നത്, വിധി വരുന്നവരെ തുടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഹൈക്കോടതി പറയുകയാണ് ഈ കേസിൽ അന്വേഷണത്തിന് ആവശ്യമില്ല, സീരിയസ് ഫ്രോഡ് അന്വേഷണം ആവശ്യമില്ല വിധി വന്നാൽ എന്താണ് അതോടെ സ്റ്റേ ഇപ്പം ആവശ്യം വന്നിട്ടില്ല. അല്ല, അന്വേഷണത്തിന് സ്റ്റേ ഇല്ല, അന്വേഷണം തുടരാം, ഡോക്യുമെന്റ്സ് കൊടുക്കണം, അന്വേഷണം തുടരാം. അപ്പം രണ്ട് സംസ്ഥാനങ്ങളിലെ കോടതികളുടെ വിധികൾ തമ്മിലുള്ള ഒരു അന്തരമാണ്. സ്വാഭാവികമായിട്ടും SFI സുപ്രീം കോടതി പോവും, ഞാനും സുപ്രീം കോടതി പോവും. SFI ഇപ്പം SFI ആണ് അതിനകത്ത് പോകേണ്ടത്. പക്ഷേ എനിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. കാരണം ഒരേ ഇഷ്യൂവിൽ ഒരേ കേസിൽ രണ്ട് സ്റ്റേറ്റിലെ ഹൈക്കോടതികൾ രണ്ട് സമാനമായ അഭിപ്രായം പറഞ്ഞാൽ അതിനകത്ത് തീരുമാനം എടുക്കാൻ പിന്നെ പറ്റുന്നത് സുപ്രീം കോടതി. ഇത് തമ്മിൽ രണ്ട് സുപ്രീം കോടതി ഒരേ ഡിസിഷനിലേക്ക് എത്തിയാൽ മാത്രമേ ഈ കേസ് ഇവിടെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സുപ്രീം കോടതി പോയാൽ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണ് നിയമം. സുപ്രീം കോടതി നേരത്തെ ഇത്തരം കേസുകളെ കുറിച്ച് ചില വിധികളുണ്ടായാലും അതെന്താണ് ആക്ച്വലി? നമ്മുടെ സഹാറ കേസിൽ 212-ഉം 219-ഉം അനുസരിച്ചുള്ള എൻക്വയറി ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഒരു കാരണവശാലും SFIയുടെ അന്വേഷണത്തിൽ തടസ്സപ്പെടാൻ പാടില്ല. SFIയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്, SFI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ്. ഒരു കാരണവശാലും അന്വേഷണം തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമല്ല 219 അതിനകത്ത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ എൻക്വയറിയുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കമ്പനീസ് ആക്ട് 219 അനുസരിച്ച് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. 219-ഉം ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഓർഡർ നിലനിൽക്കുന്നത്.